ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശരണ്യ, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ കുറച്ച് വീഡിയോസിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ മാസം തന്നെ കോച്ചിങ്ങിന് ഹോസ്റ്റലിലൊക്കെ പോകാൻ റെഡിയായിട്ട് നിൽക്കാമെന്ന് അറിയാം. അപ്പോൾ ചിലരൊക്കെ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചേച്ചി നമ്മൾ ഹോസ്റ്റലിൽ പോകുമ്പോൾ അത്യാവശ്യമായിട്ട് എന്തൊക്കെ സാധനങ്ങൾ എടുത്ത് വെക്കണമെന്ന്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഹോസ്റ്റലിൽ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചിട്ടാണ്. എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഓരോ ഹോസ്റ്റലിലും ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ എണ്ണമൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ നിന്ന ഹോസ്റ്റലിൽ ഒരു 110 സ്റ്റുഡൻസൊക്കെ വരുന്നൊരു ഹോസ്റ്റലായിരുന്നു. 3 ഫ്ലോർ ഉണ്ടായിരുന്നു. ഓരോ ഫ്ലോറിലും 4-5 റൂം ഉണ്ടായിരുന്നു. ഓരോ റൂമിലും 4 പേര് വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു കട്ടിൽ മാത്രമേ കാണത്തുള്ളൂ. കട്ടിൽ ചിലതൊക്കെ എന്താണ് മുകളിലും താഴെയും കിടക്കുന്ന ടൈപ്പായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ഒരാൾ തന്നെ മുകളിൽ എല്ലാ ദിവസവും കിടക്കണമെന്നില്ല. ആഴ്ചയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ബെഡ് വാങ്ങിക്കണം, ഒരു പില്ലോ വാങ്ങിക്കണം. ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോസ്റ്റലിനടുത്തുള്ള കടകളിൽ നിന്ന് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ വീട്ടിൽ നിന്ന് ചുമന്നുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു ബെഡ്ഷീറ്റ് വേണം, നല്ലൊരു ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റ്. നമുക്ക് പുതയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പിളി, ഒരു പുതപ്പ് വേണം. പിന്നെ 2 പില്ലോ കവർ വേണം. അപ്പോൾ ഈ കാര്യങ്ങൾ, ഈ ഒരു ബെഡ്ഷീറ്റ് പില്ലോ കവറൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് തന്നെ കൊണ്ടുപോവുക. കാരണം നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റിയുള്ള അവിടെ കിട്ടണമെന്നില്ല. അപ്പം ഈ 2 സാധനങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ എടുത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് 2 ബക്കറ്റ് വേണം. 2 ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമുണ്ട്. കാരണം നമുക്ക് തുണി കഴുകാനൊക്കെ 2 ബക്കറ്റ് വേണ്ടി വരും. എല്ലാ ഹോസ്റ്റലിലും വാഷിംഗ് മെഷീനൊന്നും ഉണ്ടാവണമെന്നില്ല. ഞാൻ നിന്ന ഹോസ്റ്റലിൽ വാഷിംഗ് മെഷീൻ ഇല്ലായിരുന്നു. നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ഒരു വാഷിംഗ് ഏരിയ ഉണ്ടായിരുന്നു. അവിടെ ഒരു ടൈമിൽ തന്നെ 3-4 പേർക്ക് ഒരുമിച്ച് തുണി കഴുകാൻ പറ്റിയ ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ അടുത്ത് തന്നെ അയകളും ഉണ്ട്. അപ്പോൾ നമുക്ക് തുണിയൊക്കെ കഴുകിയിട്ട് എന്ത് ചെയ്യാം, അവിടെ തന്നെ വിരിച്ചിടാം. അപ്പോൾ നമുക്ക് തുണിയിൽ വിരിച്ചിടുമ്പോൾ നമുക്ക് ഒരു ക്ലിപ്പ് നിങ്ങൾ എന്ത് ചെയ്യാം, തുണിയിൽ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 പാക്കറ്റ് ക്ലിപ്പും വാങ്ങിച്ച് വെക്കുക. 1-2 കപ്പ് വാങ്ങിക്കുക. ഞാൻ 2 യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 കപ്പ് വാങ്ങിച്ച് വെക്കുക. പിന്നെ നമ്മുടെ ബ്രഷ് ഒരു 4-5 ഉള്ള ഒരു വലിയ പാക്കറ്റ് തന്നെ കൊണ്ടുപോവുക. പിന്നെ അത്യാവശ്യം നല്ലൊരു വലിയ ഒരു ടൂത്ത് പേസ്റ്റ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് വാങ്ങിക്കൊണ്ട് പോവുക. കാരണം നമുക്ക് പിന്നെ എപ്പോഴും പുറത്ത് പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പ്, ബോഡി ലോഷൻ, ഫേസ് വാഷ്, ഷാമ്പൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ്സ് ഒന്നും അവിടെ കിട്ടണമെന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ ഇപ്പോഴേ ഓൺലൈനൊക്കെ ഓർഡർ ചെയ്ത് പുതിയത് വരുത്തി വെച്ചിട്ട് അതെന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. പിന്നെ 2 ടവൽ എടുത്ത് വെക്കുക. പിന്നെ പണ്ട് മുതലേ കാച്ചി എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്നവരുണ്ടെങ്കിൽ എണ്ണയൊക്കെ കാച്ചി 2 ദിവസം മുന്നേ എല്ലാം റെഡിയാക്കി വെക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇതൊക്കെ ഞാനൊക്കെ മറന്നു പോയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെക്കണം. പിന്നെ നമുക്ക് എല്ലാ ദിവസവും രാവിലെ ക്ലാസ്സിൽ പോകണമല്ലോ. അപ്പോൾ നമുക്ക് ഒരുങ്ങാനൊന്നും ടൈം ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂടൊന്നും തോന്നത്തില്ല. എന്നിരുന്നാൽ കൂടി നമുക്ക് മുടിയെങ്കിലും ഒക്കെ കെട്ടി വെക്കണമല്ലോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു മിറർ, ഒരു കോമ്പ്, പിന്നെ അത്യാവശ്യം കുറച്ച് ഹെയർ ബാൻഡ്, ക്ലിപ്പ്, പിന്നെ നമുക്ക് ഇടാനുള്ള കമ്മൽ, മാല, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പെട്ടിയിലാക്കിയിട്ട് കൊണ്ടുപോവുക. നമുക്കവിടെ ക്ലാസ് ആഴ്ചയിൽ ഒരു 6 ദിവസം ക്ലാസ് കാണും. ഒരു ദിവസമായിരിക്കും നമുക്ക് അവധി കിട്ടുന്നത്. അപ്പോൾ ഈ 6 ദിവസം നമുക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ്, നമുക്ക് കളർ ഡ്രസ്സായിരുന്നു നമ്മൾ പോയ ടൈമിൽ. പിന്നെ ഒരു ഡ്രസ് കോഡും ഉണ്ടായിരുന്നു, ചുരിദാർ, പാൻറ്റ് വിത്ത് ഷോള്, അങ്ങനെ ഒരു കോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മൾ പോയ ടൈമിൽ അങ്ങനെ ജീൻസും വേറെ ഡ്രസ്സൊന്നും അലോഡ് അല്ലായിരുന്നു. അപ്പോൾ ഇപ്പം നിങ്ങളുടെ റൂൾസും കാര്യങ്ങളും അനുസരിച്ച് നിങ്ങൾ അതൊക്കെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു പറ്റുന്ന ഒരു 6 ജോഡി അല്ലെങ്കിൽ 4-5 ജോഡി ഡ്രസ്സ് എന്ത് എടുത്ത് വെക്കുക. കാരണം നമുക്ക് അത്രയും ദിവസം കഴിഞ്ഞ് നമുക്ക് അവധി ദിവസങ്ങളിൽ അലക്കിയാൽ മതിയല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അലക്കേണ്ടി വരും. പിന്നെ ചിലർ എല്ലാ ദിവസവും അലക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ എല്ലാ ദിവസവും അലക്കുന്നതൊക്കെ അങ്ങ് നിർത്തും. പിന്നെ 2-3 ദിവസം കൂടുമ്പോഴേ അലക്കത്തുള്ളൂ. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം നിങ്ങൾക്ക് സമയം കുറച്ച് ലാഭിക്കാം. പിന്നെ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ ഇടാൻ വേണ്ടി 2-3 ജോഡി നൈറ്റ് ഡ്രസ്സ് എടുത്ത് വെക്കുക. അത് നമുക്ക് ഇന്ന ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ എന്നൊന്നും നമ്മുടെ ഹോസ്റ്റലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ ഹോസ്റ്റലിലെ റൂൾസും കാര്യങ്ങളും വെച്ചിട്ട് അതൊക്കെ നോക്കി വാങ്ങിക്കുക. പിന്നെ നമ്മൾ 2 ചപ്പൽ, ഒന്ന് നമുക്ക് കോളേജിൽ യൂസ് ചെയ്യാനും പിന്നെ നമുക്കൊന്ന് ഹോസ്റ്റലിൽ യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് 2 ചപ്പൽ വാങ്ങിക്കുക. പിന്നെ ടോയ്ലറ്റിൽ വേറെ ചപ്പൽ വേണമെന്നുള്ളവർ അങ്ങനെ ടോയ്ലറ്റിൽ കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുക. പിന്നെ അത്യാവശ്യം വലിയൊരു ട്രോളി തന്നെ വാങ്ങിക്കുക. അതിലായിരിക്കും ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോകേണ്ടത്. മാത്രമല്ല നമുക്കത് അവിടെ കൊണ്ടുപോയാലും നമ്മുടെ തുണിയും കാര്യങ്ങളും അതിൽ തന്നെ വെച്ചേക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ട്രോളി വാങ്ങിക്കുക. പിന്നെ നമുക്ക് തുണി കഴുകാൻ വേണ്ടിയിട്ടുള്ള ലിക്വിഡ്, സർപ്പിനെക്കാട്ടി നല്ലത് ലിക്വിഡ് ഡിറ്റർജൻ്റ് ആയിരിക്കും. അത് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അത് അവിടെ ചെന്നിട്ട് വാങ്ങിച്ചാൽ മതി. ഒരു വലിയ പാക്കറ്റ് ഡിറ്റർജൻറ്റ് തന്നെ വാങ്ങിക്കുക, കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. പിന്നെ തുണി കഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ കംഫർട്ട് യൂസ് ചെയ്യുന്നവർക്ക് അത് വാങ്ങിച്ച് യൂസ് ചെയ്യാം. പിന്നെ പറ്റുന്നവരെന്ത് ചെയ്യുക, ഓൺലൈനായിട്ടൊക്കെ ലോണ്ട്രി ബാസ്ക്കറ്റൊക്കെ വാങ്ങിക്കാൻ കിട്ടും. കാരണം നമുക്ക് എല്ലാ ദിവസവും, ഞാൻ പറഞ്ഞില്ല, തുണി എല്ലാ ദിവസവും കഴുകുന്നവർ വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഈ കഴുകാനുള്ള തുണി കളക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ലോണ്ട്രി ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും.
പിന്നെ 2-3 ഡ്രസ്സ് ഹാങ്ങറും കൂടി എടുത്ത് വെച്ചേക്കുക. പിന്നെ നിങ്ങൾ എടുത്ത് വെക്കേണ്ട ഒരു സാധനമാണ് സാനിറ്ററി പാഡ്. നമുക്ക് അവിടെയും അവൈലബിൾ ആയിരിക്കും. എന്നിരുന്നാൽ കൂടി നിങ്ങളൊരു പാക്കറ്റ് എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ തലേന്നായിരിക്കും അവിടെ എത്തുന്നത്. അപ്പോൾ പെട്ടെന്ന് തിരക്കിനിടയിൽ നമ്മൾ ഇതൊക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പാക്കറ്റെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, എടുത്ത് വെച്ചേക്കുക, മറക്കാതെ എടുത്ത് വെക്കുക. ഞാൻ പറയാൻ വിട്ട ഒരു കാര്യം, നിങ്ങൾ ഫേസിലൊക്കെ എന്തെങ്കിലും ക്രീമോ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത്തരം സാധനങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് തന്നെ ഓൺലൈൻ ഓർഡർ ചെയ്ത് വരുത്തി വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് പറ്റിയ പ്രോഡക്റ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന അതേ സെയിം പ്രോഡക്റ്റ് ചിലപ്പോൾ അവിടെ കിട്ടണമെന്നില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ ഒരു പ്ലേറ്റ് വേണം. അത്യാവശ്യം പൊട്ടാത്തൊരു പ്ലേറ്റ് തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഒരു സ്റ്റീൽ പ്ലേറ്റ്, ഒരു സ്റ്റീൽ ഗ്ലാസും. പ്ലേറ്റും ഗ്ലാസ്സൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അവിടെ നല്ല പ്ലേറ്റൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമുക്കൊരു ലഞ്ച് ബോക്സ് വേണം. ലഞ്ച് ബോക്സ് നമ്മൾ എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകുമ്പോൾ ഉച്ചക്കലത്തെ ഫുഡ്, ചില ഹോസ്റ്റലിലൊക്കെ ഉച്ചക്കലത്തെ ഫുഡ് നമുക്ക് തന്നു വിടാറാണുള്ളത്. എന്നാൽ ചില ഹോസ്റ്റൽ ഉച്ചയ്ക്ക് അവർ പിള്ളേർ ഹോസ്റ്റലിൽ പോയി കഴിക്കുന്നവരുണ്ട്. നമ്മുടെ ഹോസ്റ്റലിൽ നമ്മൾ ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് രാവിലെ തന്നെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുക, ഒരു നല്ലൊരു ലഞ്ച് ബോക്സ് വാങ്ങിച്ച് വെക്കുക. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ബാഗ്, ഒരു കുട, പിന്നെ വാട്ടർ ബോട്ടിൽ, അത്യാവശ്യം ഒരു സ്റ്റീൽ ബോട്ടിൽ, ചൂടൊക്കെ നിൽക്കുന്ന ടൈപ്പ് ഒരു ഫ്ലാസ്കും കൂടി പറ്റുമെങ്കിൽ വാങ്ങിച്ച് വെക്കുക. പിന്നെ നമുക്ക് നോർമലായിട്ടുള്ളൊരു പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലും കൂടി എടുത്ത് വെച്ചേക്കുക വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോട്ട് വരുവാണെങ്കിൽ NCERT ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് വെക്കേണ്ടത്. കാരണം നമുക്ക് NCERT അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ പഠിച്ച +1 +2 പഠിച്ച NCERT ടെക്സ്റ്റ് ബുക്ക് നമ്മൾ തന്നെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. പിന്നെ പലരും ചോദിച്ചു വേറെ ഏതെങ്കിലും ബുക്ക് എടുത്ത് വെക്കണമെന്ന്. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയ ഏതെങ്കിലും ബുക്ക് ഉണ്ടെങ്കിൽ എടുത്ത് വെക്കാം. എന്ന് പറഞ്ഞാൽ എല്ലാ ബുക്കും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ബുക്കും അവിടുത്തെ ലൈബ്രറി തന്നെ അവൈലബിൾ ആണ്. ഇത്ര ദിവസം കഴിഞ്ഞ് നമുക്ക് തിരിച്ച് വെക്കണമെന്നേ ഉള്ളൂ. എല്ലാ ബുക്സും അവിടെ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് വെക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് പുതിയ ബുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കണമെന്ന് ചോദിച്ചാൽ വെറുതെ അതിന് വേണ്ടിയിട്ട് പൈസ വേസ്റ്റ് ആക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ബുക്കും അവിടെ തന്നെ കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് എടുത്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പുതിയ ബുക്കൊന്നും നിങ്ങൾ വാങ്ങിക്കാൻ നിൽക്കണ്ട. നിങ്ങളുടെ ഉള്ള ബുക്ക് യൂസ് ചെയ്തതുണ്ടെങ്കിൽ, നല്ലത് യൂസ്ഫുൾ ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതെടുത്ത് കൊണ്ടുപോവുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇക്വേഷൻസ് ഒക്കെ എഴുതുന്നതിന് വേണ്ടിയിട്ട് 3 നോട്ട്ബുക്ക് വേണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല 3 നോട്ട്ബുക്ക് വാങ്ങിച്ച് വയ്ക്കുക. പിന്നെ ഒരു പാക്കറ്റ് കളർ പെന്ന്, നല്ല നീറ്റായിട്ട് കുറച്ച് അട്രാക്റ്റീവായിട്ട് നോട്ടൊക്കെ എഴുതണം. അപ്പം ഒരു പാക്കറ്റ് കളർ പെൻ എടുത്ത് വയ്ക്കുക. പിന്നെ സ്റ്റിക്കി നോട്ട്, നോട്ട് പാഡ്, അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് പഠിക്കുന്നതിൻ്റെ ഇടയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അത് വാങ്ങിച്ച് വയ്ക്കുക. പിന്നെ നമുക്ക് A4 ഷീറ്റാണ് വേണ്ടത്. ഞാൻ ഓൾറെഡി ഞാൻ എല്ലാം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ബണ്ടിൽ A4 ഷീറ്റ് വേണം. പിന്നെ നമുക്ക് വേണമെന്നുള്ള ഒരു റൈറ്റിംഗ് ബോർഡും കൂടി വെക്കുക. കാരണം നമുക്ക് A4 പേപ്പറിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ബോർഡും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എഴുതാൻ. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നോട്ടീസ് പേപ്പർ. മീൻസ് ക്വാളിറ്റി കുറഞ്ഞ പേപ്പർ ഉണ്ടല്ലോ, നമുക്ക് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പേപ്പർ. ആക്ച്വലി നമ്മളൊക്കെ അത് അവിടെ ചെന്നിട്ടാണ് വാങ്ങിക്കുന്നത്. അവിടെ ക്യാമ്പസിനുള്ളിൽ തന്നെ ഷോപ്സിലൊക്കെ ഇത് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു ബണ്ടിലായിട്ടൊക്കെ കിട്ടും. എന്ത് ചെയ്യുക, അവിടെ നിന്ന് ബണ്ടിലായിട്ട് വാങ്ങിക്കാം. പിന്നെ നിങ്ങൾക്ക് പലർക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ ഹൈലൈറ്റർ ചെയ്ത് വരച്ച് പഠിക്കുന്നതൊക്കെ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുക, ഒരു പാക്കറ്റ് ഹൈലൈറ്ററും കൂടി വാങ്ങിച്ച് വെക്കുക. പിന്നെ ഒരു പൗച്ചിലിടാനുള്ള സാധനങ്ങൾ, നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ. പൗച്ചിൽ എന്തൊക്കെയാണ്, സ്കെയില്, പെൻസില്, എറേസർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടൊരു പൗച്ചും ആ സാധനങ്ങൾ വാങ്ങിച്ച് വെക്കുക. പിന്നെ 3 ഫയല്, അത് മറക്കരുത്. 3 ഫയല് ഞാൻ പറഞ്ഞു, നമ്മുടെ നോട്ട്സൊക്കെ കളക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് 3 ഫയല് എടുത്ത് വെക്കുക. പിന്നെ വേണ്ടുന്നത് നമുക്ക് ഡെറ്റോള്, പിന്നെ നമുക്ക് തലവേദനയൊക്കെ വരുവാണെങ്കിൽ പുരട്ടാൻ വേണ്ടിയിട്ട് ഒരു വിക്സോ, ടൈഗർ ബാമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്തെങ്കിലും വേദനയൊക്കെ വന്നാൽ പുരട്ടാൻ വേണ്ടിയിട്ട് ഒരു ഓയിൽമെൻറ്റ്, മൂവിൻ്റെയൊക്കെ സ്പ്രേ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ നമുക്ക് എന്തെങ്കിലും സ്ഥിരമായിട്ടും എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നവരുണ്ടെങ്കിൽ ആ മരുന്നും കാര്യങ്ങളും അതൊക്കെ എന്ത് ചെയ്യുക, എടുത്തു വയ്ക്കാൻ മറക്കരുത്. റൂമിലിരുന്ന് പഠിക്കാനുള്ള സൗകര്യം എല്ലാ ഹോസ്റ്റലിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം റൂമിൽ നമ്മൾ മാത്രമല്ലല്ലോ, വേറെ കുട്ടികളും കാണുമല്ലോ. അപ്പോൾ പല ടൈമിൽ ഉറങ്ങുന്നവരുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ലൈറ്റ് ഇട്ട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ റൂമിലിരുന്ന് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കത്തില്ല. നമുക്ക് സ്റ്റഡി ഹാളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റഡി ഹാളിൽ പോയിട്ട് അവിടെ ഒരു ടേബിളും ഒരു ചെയർ സെലക്ട് ചെയ്ത് അവിടെ തന്നെ നിങ്ങൾ സ്ഥിരമായിട്ടിരുന്ന് പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ടേബിളിൽ വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ദൈവത്തിൻ്റെ ഒരു ഫോട്ടോ, ചെറിയൊരു ഫോട്ടോ കൊണ്ടുപോകുക. ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും, നമുക്ക് കുറച്ച് ആത്മവിശ്വാസമൊക്കെ കിട്ടും. പിന്നെ നമുക്ക് നല്ലൊരു ക്ലോക്ക് വേണം. ഇപ്പോൾ അലാറം വെക്കാൻ വേണ്ടിയിട്ടായാലും നമുക്ക് നല്ലൊരു ക്ലോക്ക് വേണം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഒരു ടേബിൾ ലാമ്പ്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ടേബിൾ ലാമ്പ് തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഞാൻ അവിടെ ചെന്നിട്ടാണ് വാങ്ങിക്കുന്നത്. അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് നല്ല ക്വാളിറ്റി ഉള്ളൊരു ടേബിൾ ലാമ്പ് അല്ല കിട്ടിയിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് ചാർജ് ചെയ്യുന്നൊരു ടൈപ്പായിരുന്നു. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ചാർജൊക്കെ നിൽക്കുന്ന നല്ലൊരു ക്വാളിറ്റി ഉള്ള ടേബിൾ ലാമ്പ് തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക.
പിന്നെ ഒരു കലണ്ടർ അത്യാവശ്യമാണ്, കാരണം നമ്മൾ ഒരു ദിവസം കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് ദിവസമാണെന്നെങ്കിലും ഓർത്തിരിക്കാൻ ഒരു കലണ്ടർ നല്ലതായിരിക്കും. പിന്നെ ഇലക്ട്രോണിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് റൂൾസൊക്കെ മാറിയിട്ടുണ്ട്. കാരണം നമ്മൾ പോയ ടൈമിൽ ഒരു ചെറിയ നോക്കിയൻ്റെ ഹാൻഡ്സെറ്റാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്മാർട്ട് ഫോണൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ റൂൾസും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോണൊക്കെ കൊണ്ടുപോകുക. ഫോൺ ചാർജർ എടുത്ത് വയ്ക്കാൻ മറക്കരുത്. പിന്നെ ഒരു ഹെഡ്സെറ്റ്, പിന്നെ നിങ്ങൾ ടാബൊക്കെ കൊണ്ടുപോകാൻ അലോഡ് ആണെങ്കിൽ ടാബ് എടുത്ത് വെക്കാം. ടാബൊന്നും ഒരിക്കലും അത്യാവശ്യമായിട്ടുള്ള കാര്യമൊന്നും അല്ല, അതില്ലാതെ നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പറ്റുന്നവരെന്ത് ചെയ്യുക, ഒരു പവർ ബാങ്ക് കൂടെ എടുത്ത് വെക്കുക, അത്യാവശ്യ സാഹചര്യങ്ങളിൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എക്സ്റ്റൻഷൻ കേബിൾ പറ്റുന്നുള്ളവർ വാങ്ങിച്ചു കൊണ്ടുപോവുക, കാരണം ഒരു റൂമിലൊരു പ്ലഗൊക്കെ കാണത്തുള്ളൂ. അപ്പം അറ്റ് എ ടൈം നമുക്ക് 2-3 പേർക്ക് ഒരുമിച്ച് യൂസ് ചെയ്യണമെങ്കിൽ എക്സ്റ്റൻഷൻ കേബിൾ ഉണ്ടെങ്കിൽ അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ കാൽക്കുലേറ്റർ കൊണ്ടുപോകണം എന്നുള്ളവർക്ക് കൊണ്ടുപോകാം, കാരണം +1 +2 യൂസ് ചെയ്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് കാൽക്കുലേറ്റർ ഇല്ലാതെ ബുദ്ധിമുട്ട് തോന്നും. അതും കൂടി ഒന്ന് എടുത്ത് വെച്ചോ, കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ പേഴ്സണലി ഉള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും എടുത്ത് വെക്കണമെങ്കിൽ സർട്ടിഫിക്കറ്റ്, ആധാർ, നമ്മുടെ ATM, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എടുത്ത് വയ്ക്കുക. പിന്നെ ഒരു പേഴ്സ് വാങ്ങിക്കുക. പിന്നെ അധികം ലിക്വിഡ് മണിയൊന്നും നമ്മൾ അധികം കയ്യിൽ വെച്ച് യൂസ് ആക്കേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നിങ്ങൾക്ക് ആവശ്യം വരുന്ന ടൈമിൽ പോയി ATM എടുത്ത് ചിലവാക്കുക എന്നുള്ളതാണ്. അധികം ലിക്വിഡ് മണിയൊന്നും കയ്യിൽ വെച്ചേക്കണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് കൊണ്ടുപോകേണ്ടത്. ഞാൻ അത്യാവശ്യം കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങളെല്ലാം ഇതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അല്ല എന്നുള്ളത് അവിടെ നിന്ന് വാങ്ങിക്കേണ്ട സാധനങ്ങൾ അവിടെ നിന്ന് പോയിട്ട് എന്ത് ചെയ്യുക, മറക്കാതെ അന്നത്തെ ദിവസം തന്നെ വാങ്ങിച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പലരും ആദ്യമായിട്ടായിരിക്കും വീട്ടിൽ നിന്ന് കുറേ ദൂരം മാറി നിൽക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ പല കാര്യങ്ങളും ചെയ്തൊരു അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മുതൽ നമ്മളെന്താ സ്വന്തം കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്ത് ജീവിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ഹോസ്റ്റൽ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ചുവടുവെപ്പിലേക്കുള്ള എല്ലാ ആശംസകളും എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് നല്ല സിൻസിയറായിട്ട് നിങ്ങളുടെ ഫുൾ എഫേർട്ട് ഇട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഇതുപോലെ പുതിയ വിശേഷങ്ങളുമായിട്ടൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.